അർച്ചന മിസ് നിങ്ങളുടെ ആരാണ്? അർച്ചന മിസ് ഞങ്ങളുടെ ആരുമല്ല, ആരും ആയിരുന്നില്ല ഒരു 3-4 വർഷം മുമ്പ്. പക്ഷെ ഇപ്പം ഫാമിലി പോലെ തന്നെയാണ്. അതെ, ശരിക്കും ലൈക്ക് അതെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ററാക്ഷൻ കാണുമ്പോഴൊക്കെ അറിയാം. മിസ്സിനെ ലൈവിൽ വന്ന് കളിയാക്കുമ്പോഴും നമ്മൾ കോമഡി പറയുമ്പോഴും ഓണ സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ചേച്ചി പോലെയാണോ അനിയത്തി പോലെയാണോ ചോദിച്ചാൽ രണ്ടു പോലെയാണ്. ചില സമയത്ത് ചേച്ചി വളരെ കുറച്ച് സമയത്ത് ചേച്ചി പോലെ തോന്നും. പഴഞ്ചൻ കാര്യങ്ങളൊക്കെ പറയില്ലേ, നിങ്ങൾ ആലോചിച്ചു, നിങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കാം, നിങ്ങൾ ചേട്ടനോ അനിയനോ എല്ലാം ഉണ്ട്, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പേരൻസ് വന്നിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നില്ല, അയ്യേ പേരൻസ് പറയും ആ മകനെ ഞാനിങ്ങനെ പണ്ട് നടന്നിരുന്ന സ്കൂളിൽ പോവാ, ഓടി മല കയറിയിട്ട്, അതൊക്കെ പറയും അർച്ചന മിസ് നമുക്ക് പറഞ്ഞു. അതന്നെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസിൽ അർച്ചനാവസ്ഥ ഒരു ചേച്ചിയെ പോലെ നമുക്ക് കരുതാം. പിന്നെ കുറേ മണ്ടത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ, മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വലിയ മണ്ടത്തരമല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ തമാശയ്ക്ക് കളിയാക്കാൻ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുമ്പോൾ എന്താണ് കുഞ്ഞു കുട്ടീനെ പോലെ തോന്നും. അപ്പം എന്താണേലും അങ്ങനെയൊക്കെയാണ് തോന്നല്. പക്ഷെ അർച്ചന മിസ്സിനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, മിസ്സിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജീവൻ. ഇപ്പം ഞങ്ങൾക്കൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ. പക്ഷെ അർച്ചന മിസ് പറഞ്ഞാൽ ജീവനാണ് നിങ്ങളെ കുട്ടികൾ. മക്കളെന്ന് പറഞ്ഞാൽ മക്കളാണ്. മിസ്സിന് വേറെ മാത്രമല്ല മിസ്സിന്റെ വേറെ വലിയൊരു ക്വാളിറ്റി, നമുക്കൊന്നും അത്ര ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ്, വളരെ സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അതായത് ഒരു വർക്ക് ഇപ്പം നിങ്ങൾക്ക് ലെറ്റ്സ് നീറ്റിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടാവും, പ്ലസ് വണ്ണിലൊക്കെ നീറ്റിൻ്റെ ക്ലാസ് റെക്കോർഡിങ് ചെയ്യണം, നാളത്തേക്ക് 5-6 മണിക്കൂറൊക്കെ റെക്കോർഡിങ് ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ള സാഹചര്യത്തിൽ മിസ് ഒരു മടിയും കൂടാതെ അത് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റി ഹാർഡ് വർക്കൊക്കെ വളരെ റെയർ ആയിട്ട് നമ്മൾ ലൈഫിൽ തന്നെ ചില ആൾക്കാരിൽ കാണുള്ളൂ. അപ്പോൾ അത് മിസ്സിൽ നമുക്ക് എന്ന് മിസ് ജോയിൻ ചെയ്തു അന്ന് മുതൽ കാണാൻ സാധിച്ചിട്ടുണ്ട്, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു നല്ല ക്വാളിറ്റിയാണ്. നിങ്ങളൊക്കെ നാളെ ഏത് പ്രൊഫഷനിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എല്ലാ എംപ്ലോയേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ സെർവ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വലിയ കഴിവോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിലുള്ള സാമർഥ്യം ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ എത്രത്തോളം സിൻസിയറാണ്, അതായിരിക്കും ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള മക്കളാണ്, വലിയ റോളിലേക്ക് എത്താനുള്ള ആൾക്കാരാണ്. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സിൻസിയറിറ്റി, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ വർക്കിൽ കാണിക്കുന്ന അല്ലെ ജനറൽ ആയിട്ട് ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഓണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും.